യാക്കോബായ സുറിയാനി സഭയുടെ പുതിയ കാതോലിക്കയായി മലങ്കര മെത്രാപ്പൊലീത്തയും എപ്പിസ്കോപ്പൽ സുനകദോസ് പ്രസിഡന്റുമായ ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ ഇന്ന് വാഴിക്കും. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ സെന്റ് മേരീസ് സിറിയൻ കത്തീഡ്രലിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 8:30 വാഴിക്കൽ ചടങ്ങ് നടക്കുക. ആഗോള സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ഇഗ്നാത്യോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. പരിശുദ്ധ പരുമല തിരുമേനിയുടെ 4ാം തലമുറക്കാരനായ ജോസഫ് മാർ ഗ്രിഗോറിയോസ് യാക്കോബായ സഭയുടെ കാത്തോലിക്കയായി വാഴിക്കപ്പെടുമ്പോൾ ഇന്ത്യയിലെ യാക്കോബായ സുറിയാനി സഭ വിശ്വാസികൾക്കിത് അഭിമാന മുഹൂർത്തമാണ്. പ്രാദേശിക ഭരണത്തിനായി ക്രമീകരിച്ച കാത്തോലിക്കേറ്റിലെ 81ാമത് ബാവയാകും ജോസഫ് മാർ ഗ്രിഗോറിയോസ്. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ നിന്ന് 20 കിലോമീറ്റർ അകലെ അച്ചാനിയയിലെ സെന്റ് മേരീസ് പാത്രിയാർക്ക കത്തീഡ്രലിൽ ഇന്ത്യൻ സമയം രാത്രി 8:30 പ്രധാന ചടങ്ങുകൾ. ആഗോള സുറിയാനി സഭ പരമാധ്യക്ഷൻ ഇഗ്നാത്യോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ചടങ്ങുകൾക്ക് സിറിയൻ ഓർത്തഡോക്സ് സഭയിലെ മറ്റു മെത്രാപ്പൊലീത്തമാർ സഹകാർമ്മികരാകും. ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഗലീലോങ് ചടങ്ങിൽ വിശിഷ്ടാതിഥികളാകും. വിവിധ ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാർ ചടങ്ങിൽ പങ്കെടുക്കും. കേരളത്തിൽ നിന്ന് മലങ്കര കത്തോലിക്ക സഭയുടെ തലവനായ കർദിനാൾ ബസേലിയോസ് ക്ലിമിസ് കാത്തോലിക്ക ബാവയും മർത്തോമ സഭയെ പ്രതിനിധീകരിച്ച ജോസഫ് മാർ ബെർണാബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്തയും മറ്റ് സഭാപ്രതിനിധികളും പങ്കെടുക്കും. കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളായി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘവും കേരള സർക്കാരിന്റെ പ്രതിനിധികളായി മന്ത്രി പി രാജീവ് നയിക്കുന്ന 7-അംഗ സംഘവും ചടങ്ങിൽ സംബന്ധിക്കും. ന്യൂസ് മലയാളം, കൊച്ചി.